കള്ളക്കത്തനാർ മെത്രാനെ വിരട്ടി നിരാഹാരം അട്ടിമറിച്ചു. കള്ളക്കത്തനാരെ ഓടിക്കുവാൻ മാർത്തോമാ വിശ്വാസിയുടെ മരണം വരെ നിരാഹാര സമരം എന്ന തലക്കെട്ടോടെ ITV ന്യൂസ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നൽകിയിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ 4-ാം തീയതി നിരാഹാരം പ്രഖ്യാപിച്ച ഡോക്ടർ സന്തോഷ് മാത്യു ഇപ്രകാരം ഒരു സന്ദേശവുമായി അന്ന് രംഗത്ത് വന്നു. ആ സന്ദേശം ഒന്ന് കേൾക്കാം. ഫെബ്രുവരി മാസം 4-ാം തീയതി തിരുവനന്തപുരം മണ്ണന്തലയിലുള്ള മാർത്തോമാ സെന്ററിന്റെ മുമ്പിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന നിരാഹാര സത്യാഗ്രഹവും ഉപവാസവും ഇന്ന് രാവിലെ ബന്ധപ്പെട്ടവരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലും അതിനുശേഷം മുതിർന്ന അംഗങ്ങളുടെ മീറ്റിംഗിൻ്റെയും വെളിച്ചത്തിൽ ആ സമരവും ആ സത്യാഗ്രഹവും മാറ്റിവെച്ചിരിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം പേർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെ നന്ദി പറയുന്നു. ധാരാളം പേർ വിളിച്ചിരുന്നു. അവർക്കൊക്കെ നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. മാർത്തോമാ സഭയുടെ എബനേസർ മാർത്തോമാ പള്ളിയിലെ ഇടവക വികാരി പ്രസാദ് പൊന്നച്ചനെതിരെയുള്ള സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ചും വഴിവിട്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും സഭ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുമെന്നും പാതിരിയെ സ്ഥലം മാറ്റുമെന്നും ഒക്കെ ബന്ധപ്പെട്ടവർ ഉറപ്പ് നൽകിയതിനാലാണ് നിരാഹാരം മാറ്റിവെക്കുന്നത് എന്ന് അറിയിച്ചിരുന്നുവെങ്കിലും മെത്രാൻ ഇടപെട്ട് ഈ നിരാഹാര സമരം അട്ടിമറിച്ചു എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഭദ്രാസന എപ്പിസ്കോപ്പ ഇപ്രകാരം ഒരു സാഹസം കാണിക്കുവാൻ കാരണം ഈ മെത്രാന്റെ സകല തരികടയും ഈ പാതിരിക്കറിയാം. മെത്രാൻ പാതിരിക്കെതിരെ നടപടിയെടുത്താൽ ഈ പാതിരി മെത്രാനെയും കൊണ്ടേ പോകൂ. അങ്ങനെ മെത്രാൻ ഈ നിരാഹാരത്തിൻ്റെ മുഖ്യ സംഘാടകനായ പേരൂർക്കട എബനേസർ പള്ളിയിലെ ഒരു പ്രാഞ്ചിയേട്ടനെ കയ്യിലെടുത്തു. ചർച്ചയ്ക്ക് വന്ന പ്രാഞ്ചിയേട്ടനെ മെത്രാൻ ഒന്ന് പോളിഷ് ചെയ്തപ്പോൾ ആ അരിപ്രാഞ്ചി മൂക്കുകുത്തി മെത്രാന്റെ കാലിൽ വീണു എന്നാണ് ദൃക്സാക്ഷികൾ ഞങ്ങളോട് പറഞ്ഞത്. ഒരു ശരാശരി മുണ്ണക്കുഞ്ഞാടിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് പുറത്തുനിന്ന് വലിയ വായിൽ വലിയ വർത്തമാനം പറയും, എന്നാൽ ഈ മെത്രാന്മാരുടെ ചുവന്നനൈറ്റി കാണുമ്പോൾ കുനിഞ്ഞു നിന്ന് അംശവടി മുത്തും. അങ്ങനെ തൽക്കാലം 4-ാം തീയതിയിലെ നിരാഹാരം ഒന്ന് മാറ്റിവെപ്പിക്കുന്നതിൽ, ആ റിസ്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ മെത്രാൻ വിജയിച്ചു. എന്നാൽ ITV ന്യൂസ് നൽകിയ വാർത്ത കണ്ട് ഈ തീവെട്ടിപ്പാതിരി ഇരുന്ന ഇടവകകളിലെ ജനങ്ങൾ ഞങ്ങളെ വിളിച്ചു. ഇയാളുടെ സകല തരികടകളും അവർ ഞങ്ങളോട് പങ്കുവച്ചു. ഇരുന്ന എല്ലാ ഇടവകകളിലും ഇയാൾ വലിയ പ്രശ്നക്കാരനായിരുന്നു. ഇയാളുടെ പ്രവൃത്തി കൊണ്ട് ഒരു പള്ളിയിൽ ആത്മഹത്യ വരെ നടന്നിട്ടുണ്ട്. അഞ്ചൽ സെയിൻറ്റ് പോൾസ് പള്ളിയിൽ CC 334/2008 കേസ് ഈ പാതിരിയുടെ സാമ്പത്തിക തട്ടിപ്പ് ചോദ്യം ചെയ്ത ഒരു ഇടവക്കാരനെതിരെ കൊടുത്ത കള്ളക്കേസാണ്. കാറിൽ കരിയോയിൽ ഒഴിച്ചു എന്നും പറഞ്ഞാണ് അത്രയും കേസ് കൊടുത്തത്. അവസാനം പാതിരി കള്ളം പറഞ്ഞതാണെന്ന് കണ്ടെത്തി കേസ് തള്ളിപ്പോയി. അയാൾ മാനനഷ്ടത്തിന് പാതിരിക്കെതിരെ കേസും കൊടുത്തു. ഇതുപോലെ നൊട്ടോറിയസ് ആയ ഈ പാതിരിക്കെതിരെ മാർത്തോമാ സഭയിലെ മെത്രാന്മാർക്ക് നടപടിയെടുക്കുവാൻ ആംബിയർ ഇല്ലാത്തത് അവരുടെ എല്ലാം തരികിടകൾ ഈ പാതിരിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ടാണത്രേ. മാർത്തോമാ സഭ ഇപ്പോൾ ഒരു നാഥനില്ലാ കളരിയായി പോയി എന്ന് വിശ്വാസികൾ സമർത്ഥിക്കുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം നാളെ കാണാം. അമേരിക്കയിലെ ന്യൂയോർക്കിൽ മാർത്തോമാ സഭയുടെ ആദ്യത്തെ പള്ളി എപ്പിഫാനി മാർത്തോമാ പള്ളി ഇടവക വികാരിയും മെത്രാനും ചില തീവട്ടികളും ചേർന്ന് ആ പള്ളി വിൽക്കാൻ പോകുന്നു. മില്യൺസിൻ്റെ തട്ടിപ്പാണ് ഇതിന് പിന്നിൽ നടക്കുന്നത്. തിയോഡോഷ്യസ് മെത്രാനെ ഈ തട്ടിപ്പറിയിച്ചിട്ടും അദ്ദേഹം കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുകയാണത്രേ. സഭയുടെ പൈതൃകമായ പള്ളി വിറ്റ് തിന്നുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യൻ സഭയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ നവീകരണ സഭയായ മാർത്തോമാ സഭ പള്ളി വിറ്റ് തിന്ന് മാതൃക കാട്ടുന്ന വാർത്ത നാളെ കാണാം. മുത്തപ്പനെ എടുത്ത് കിണറ്റിലെറിഞ്ഞതുപോലെ ഭദ്രാസന മെത്രാനെ എടുത്ത് ആറ്റിൽ കഴിയുവാനൊരുങ്ങുകയാണ് ന്യൂയോർക്കിലെ മാർത്തോമാ സഭാംഗങ്ങൾ. സ്വന്തം പള്ളി വിറ്റ് കമ്മീഷൻ അടിച്ച ആ പാതിരിപ്പാമ്പിനെയും മെത്രാവുളിത്തായെയും ശിങ്കിടികളെയും അവന്മാർ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? ഒരു ദിവസത്തേക്ക് കാത്തിരിക്കുക. പള്ളി വിറ്റ് പുട്ടടിക്കുവാൻ നടക്കുന്ന മെത്രാന്മാർക്കും പാതിരിമാർക്കും നല്ല ബുദ്ധി ഉണ്ടാകുവാൻ ഇത്തവണ മാരാമൺ കൺവെൻഷനിൽ പ്രത്യേക പ്രാർത്ഥന ഉണ്ടാകും എന്നാണ് വിവരം. അതുപോലെ ഒരു സജഷൻ ഉള്ളത്, കൺവെൻഷന് വരുന്ന വിശ്വാസികളെ ഓടിച്ചിട്ട് പിടിച്ചു പറിക്കുന്നതിന് പകരം VD സതീശന് ആ മുഖ്യ പന്തലിൽ ഒരു പ്രസംഗത്തിന് ഒരു 30 മിനിറ്റ് അവസരം കൊടുത്താൽ അയാൾ ആവശ്യത്തിന് പൈസ തരും. ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. ചില മാർത്തോമാക്കാർക്കെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് എന്നെ ഒന്ന് തെറിവിളിക്കുവാൻ നാക്ക് ചൊറിയുന്നില്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥശൂന്യത ജനങ്ങൾക്ക് വെളിവാകേണ്ടതിന് ദൈവമായിട്ട് വെളിപ്പെടുത്തുന്നതാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കുമ്പോൾ നാക്കിൻ്റെ ആ ചൊറിച്ചിൽ മാറും.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.